ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ ഉച്ചവരെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. എല്ലാവരും വീഡിയോ കണ്ടുവെക്കുക. അപ്പോൾ ഇതാ ഇന്ന് നൂൽപുട്ട് സ്റ്റ്യൂ കറിയാണ് കേട്ടോ. സ്റ്റ്യൂ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് 2 വലിയ സവാള ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനിയിപ്പോൾ ഇതാ ഉള്ളി വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് പച്ചമുളകും ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് കൊടുക്കണം. ഇനി ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. നല്ലോണം തിളച്ച് പോവരുത്. ഇതാ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി പഴം ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇത് അസലിന് സ്കൂളിലേക്ക് സ്നാക്സിന് കൊണ്ടുപോകാനാണ്. അപ്പോൾ അവനിപ്പോൾ കുറച്ചായിട്ട് സ്നാക്സ് കൊണ്ടുപോകലും കിറ്റ് കൊണ്ടുപോകലൊക്കെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു ഏജ് കഴിഞ്ഞാൽ പിന്നെ ആൺകുട്ടികൾക്ക് അതിനൊക്കെ കുറച്ചൊരു മടിയായിരിക്കും. ലഞ്ച് അങ്ങനെ ബാഗിലിട്ടിട്ട് കൊണ്ടുപോകും. വെള്ളം കൊടുത്തയക്കും കേട്ടോ. ഇപ്പോൾ ഇതാ ലഞ്ചിലേക്കുള്ള കറി റെഡിയാക്കാണ്. അതിന് വേണ്ടിയിട്ട് കുമ്പളങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും പുളിയും ചേർത്തിട്ട് ഒന്ന് വേവിക്കണം. റവ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അതൊന്ന് വറുത്ത് വെക്കാണ്, കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ട്.
ചിക്കൻ്റെ പാർട്സ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം ഒന്ന് ഐസൊക്കെ പോയിട്ടുണ്ട്. ഇനി അതൊന്ന് കഴുകി എടുക്കുകയാണ്. കഴുകി ക്ലീൻ ആക്കിയിട്ട് വെച്ചതായിരുന്നു കേട്ടോ. എത്ര കഴുകിയാലും ആ ഒരു ബ്ലഡ് ഇങ്ങനെ അതിൽ നിന്ന് ഇറങ്ങി വരുമല്ലോ. അപ്പോൾ ഒന്നും കൂടെ നന്നായിട്ട് കഴുകി എടുക്കുകയാണ്. കറിയിലേക്ക് തേങ്ങ അരച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ ഈ ഒരു പാർട്സ് ഒന്ന് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം അത് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തൊന്ന് വേവിച്ചെടുക്കുകയാണ്. പാർട്സ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാൻ വെച്ച് കൊടുത്തു. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇതാ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് സവാള ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇതാ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ചേർത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതാ വെന്ത് വന്ന ചിക്കൻ പാർട്സും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് അത്യാവശ്യം നല്ലോണം വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. ആ വെള്ളം നല്ലോണം ഡ്രൈ ആക്കണില്ല, കുറച്ചൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ലഞ്ചൊക്കെ റെഡിയായി. ഇനി ക്ലീനിങ് ആണ്. അതിനു മുന്നേ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുന്നത് കാണിക്കാം. എൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ ഇത് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ ഒരു സ്പ്രേ ബോട്ടിലോട്ട് ഏതെങ്കിലും ഒരു ഫ്ലോർ ക്ലീനർ, പിന്നെ 2 ടേബിൾ സ്പൂണോളം വിനീഗർ, 1 ടേബിൾ സ്പൂണ് ഡിഷ് വാഷ് ലിക്വിഡ്, ഏതെങ്കിലും ഒന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതോ അത് യൂസ് ചെയ്താൽ മതി. പിന്നെ ഇതാ ഈ ബോട്ടിൽ നിറയെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് ഷേക്ക് ചെയ്തിട്ട് കൗണ്ടർ ടോപ്പും ടേബിളും ഗ്യാസ് ടോപ്പൊക്കെ ക്ലീൻ ആക്കാൻ ഈ ഒരൊറ്റ സൊല്യൂഷൻ മതി കേട്ടോ. നല്ല ക്ലീനായി കിട്ടും ചെയ്യും. ഉറുമ്പ് പ്രാണി ശല്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോവാനൊക്കെ നല്ലതാണ്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ.